വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ കണ്ടത്. അതും ന്യൂസിലൻഡ് ഇതാ ഫൈനലിലോട്ട് മാർച്ച് ചെയ്തിരിക്കുകയാണ്. അതും സൗത്ത് ആഫ്രിക്ക പോലുള്ള ഒരു വൻ മരത്തിനെയാണ് അവർ വീഴ്ത്തിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവർക്ക് ടോപ്പ് ഓർഡർ ഒന്നും ഫയർ ചെയ്തില്ല, പിന്നെ മിഡിൽ ഓർഡറും ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്താ പറയുക, 170 അവർ ഒതുങ്ങി. പക്ഷേ ന്യൂസിലൻഡ് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവർ സ്ട്രഗിൾ ചെയ്താണ് ഒരു സെമിയിലൊക്കെ എത്തിയിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, ഫിൻ അലൻ വാട്ട് എ പെർഫോമൻസ്, 100 റൺസ്, അത് 36 ഓവറിലൊക്കെ അടിച്ച് കൂട്ടിയിരിക്കുന്നത്. അതും അവർ ഡീൽ ചെയ്തിരിക്കുന്നത് ഇൻ 6s and 4s ആണ് കേട്ടോ. എല്ലാ ഓവറിലും എല്ലാ സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെയും അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കളിയാണ് ഇത് ചെയ്തത്. അവർ 13 ഓവറിലാണ് അവർ ഈ കളി എൻഡ് ചെയ്തത്, ഫൈനലിലോട്ട് പോയിരിക്കുന്നത്. സോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രോങ്ങർ ടീം ആയിരുന്നാൽ പോലും നമുക്ക് അന്നത്തെ ദിവസം കളിക്കുന്ന ആ ഒരു രീതിയും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫൈനലിലോട്ടും സെമിയിലോട്ടും ഒക്കെ പോകുന്നത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യ ന്യൂസിലൻഡ് ആയിട്ടുള്ള ഒരു ഫൈനലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഫൈനൽ ജയിച്ച് കപ്പ് എടുക്കാം. പക്ഷേ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു വൻമരത്തിനെ വീഴ്ത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ചാൻസ് ഫോർ ഇന്ത്യ ടു ബീറ്റ് ന്യൂസിലൻഡ് ഈസ് വെരി ഈസി. കാരണം റീസെന്റ് ന്യൂസിലൻഡ് ആയിട്ട് ഇന്ത്യ ഒരു ODI സീരീസ് ഉണ്ടായിരുന്ന പോലും, T20 സീരീസ് ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇന്ത്യ 4-1 വൈറ്റ് വാഷ് ചെയ്ത് ജയിച്ചത്. സോ നല്ല ചാൻസ് ഉണ്ട്. സോ ന്യൂസിലൻഡ് കയറിയത് നന്നായി. കാരണം സൗത്ത് ആഫ്രിക്ക ഒരു വലിയൊരു ടീമായിരുന്നല്ലോ. എന്തായാലും സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു വൻമരത്തെ വീഴ്ത്തിയാണ് അവർ ന്യൂസിലൻഡ് എത്തിയിരിക്കുന്നത്. സോ ഫിംഗേഴ്സ് ക്രോസ്, നമുക്കിനി കാണാം എന്താണ് നാളെ ഇന്ത്യയുടെ ഇതോടുകൂടി നടക്കാൻ പോകുന്നതെന്നും പിന്നെ ഫൈനലിൽ എന്താ നടക്കാൻ പോകുന്നതെന്നും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. മേ ഇന്ത്യ വിൻ ദ വേൾഡ് കപ്പ്. ഹോപ്പ് സോ. ബൈ.